അളിയ തുറക്കല്ലേ, സുധീഷ് എണീറ്റില്ല. നിങ്ങൾ തുറക്കളിയ, നമ്മൾ അമ്പലത്തിന് ഭണ്ഡാരൊന്നും കുത്തി വിളിക്കാൻ പോകല്ലോ. എന്നാലും കല്യാണവും റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ നേരം വെളുത്തേരിയ കിടന്നുറങ്ങി. ഓനോടൊന്ന് ചോദിച്ചിട്ട് പോരെ. അളിയ, സുബീഷ് നിങ്ങളെ മോൻ തന്നെ. ഇത്ര കാലമായി നടക്കാത്ത കല്യാണം ഈ ബ്രോക്കറെ പണിക്കാരെ സാധിച്ച് നിങ്ങളല്ല നടത്തി കൊടുത്ത്. അവർക്ക് കൊടുക്കാനുള്ള പൈസ സുബീഷ് കൊടുക്കോ? അത് നിങ്ങൾ തന്നെ കൊടുക്കണ്ടേ? അത് ഈ പറഞ്ഞത് ശരിയാണല്ല. രണ്ടാൾക്കും 20 തോല് കൊടുക്കാനാണ് കണ്ടത്. നിങ്ങളെ പൈസ ഉണ്ടോ? ഇല്ല. അതാ പറഞ്ഞ ഇത് തുറക്കി. ഇത് തുറന്നിട്ട് വേണം കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്ത് ബാധ്യത തീർക്കാൻ. അല്ല അളിയ, ഇതിപ്പോ എടുത്ത് പൊട്ടിക്ക് വെച്ചോ, ഇപ്പൊ കണക്കൊക്കെ ഒന്ന് ക്ലിയർ ആവൂ. പിന്നെന്താ ക്ലിയർ ആയണ്ടേ? എടുക്കുന്ന കവറിന്റെ മോള് അതിന്റെ പൈസയും ആളെ പേര് എഴുതി വെച്ചാ പോരെ. എന്നാ തുറക്കല്ലേ. പിന്നല്ല, അതാരാ പഠിക്കൽ വന്നിക്കുന്നത്? അത് നമ്മൾ പണിക്കരാണല്ലോ. ഇത്ര ആൾക്കാർ കൂടെ വന്നു. പൈസ വാങ്ങാൻ വരിക. നമ്മള് രാവിലെ ഇങ്ങോട്ട് മൂന്ന് ചാച്ചിട്ട് രാവിലെ തന്നെ വന്നതാ. എന്താണ് ഒളിപ്പിക്കല്? ആ പണിക്കരടാ, ഇങ്ങോട്ട് കയറി വരീ. എന്തൊക്കെയുണ്ട് വർത്താനോ? അല്ല തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നത് ബുദ്ധിമുട്ടായോ? രാവിലെ തന്നെ അല്ല അങ്ങനെ ഞാനിങ്ങനെ കാത്തിച്ചേനി. തോന്നിയത് എന്നാ കുത്തിരി. സുരേന്ദ്രേട്ടാ, നമുക്ക് ഒരു പായോ പലക നീ കിട്ടുമോ? എന്തിനാ കവടി എന്തൊരു കഷ്ടാണ്. ഞാൻ എനിക്കിന്ന് ശരിക്കും പോകേണ്ട തലശ്ശേരിയാണ് പ്രശ്നം വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ആ ഓർമ്മയിൽ ഇവിടെ ക്ഷമിക്കണം കേട്ടോ സുരേന്ദ്രേട്ടാ, അറിയാണ്ടായിപ്പോയത് കേട്ടോ. ഓഹോ, തലശ്ശേരിക്ക് പോവാറുണ്ടോ പ്രശ്നം വെക്കാൻ? ആ, തലശ്ശേരി മാത്രമൊന്നല്ല, അപ്പുറം അതിനപ്പുറമൊക്കെ പോവാറുണ്ട്. എന്ത് ചെയ്യാൻ, ആൾക്കാർക്ക് എന്നെ അത്ര വിശ്വാസമാണ്. എന്നാലും ഇത്ര രാവിലെ തന്നെ വരണ്ടില്ലേ? ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ. സാമ്പത്തിക കാര്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ്, ശീഘ്രമാണ്. എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയിട്ട് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ചില എളുപ്പന്മാര് രാവിലെ തന്നെ മുങ്ങിക്കാറ്. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അത് നിങ്ങളെ പറ്റി അല്ല കേട്ടോ. ഒന്നും തോന്നല്ലേ സുരേന്ദ്രേട്ടാ? സുരേന്ദ്രേ, അതാ നമ്മൾ നോക്കണത്.